മഹാബലി എന്നുള്ള വ്യക്തി അസുര രാജാവാണ്. അദ്ദേഹം നല്ല സൽഭരണം കാഴ്ചവെച്ചു. അതാണ് മാവേലി നാട് വാണിലും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പറഞ്ഞു. എല്ലാ സമ്പൽ സമൃദ്ധിയുള്ള. അപ്പോൾ അതിൽ ദേവന്മാർക്ക് അസൂയ തോന്നി. അസൂയക്കാരൊന്നും ഇന്നുണ്ടല്ലോ. ദേവന്മാർക്ക് അസൂയ തോന്നിയിട്ട് ഞങ്ങളിന്ന് ഒന്നും അല്ലാതെ ആക്കി. മഹാബലി അവിടെ വാഴയാണ്, ഞങ്ങൾ അയാളുടെ മുമ്പിൽ ഒന്നും അല്ലാത്ത രീതിയിൽ അയാൾ ഞങ്ങളെ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനമൊക്കെ മുഴുക്കെ ഈ അസുര ചക്രവർത്തിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. അവിടെ ഞങ്ങൾക്ക് അയാളോട് ഒരു രക്ഷയില്ല, അത് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞത് ആരോടാണ്? സാക്ഷാൽ മഹാവിഷ്ണുവിനോടാണ് പറഞ്ഞത്. അപ്പോൾ മഹാവിഷ്ണു എന്തു പറഞ്ഞു? നിങ്ങളൊരു കാര്യം ചെയ്യും, അയാൾക്കുള്ള പ്രത്യേകത എന്തൊക്കെയാണെന്ന് ചോദിച്ചു. നിങ്ങൾ പറയുന്നത് ശരിയാണ്, നല്ല സൽഭരണക്കാരല്ലേ കാര്യങ്ങൾ ചെയ്യുന്നത്, ദോഷമൊന്നും വന്നിട്ടില്ലല്ലോ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ ഒന്നും അല്ലാത്ത മാതിരിയായിരിക്കണം. അതുകൊണ്ട് അയാളെ ഒരു പാഠം പഠിപ്പിക്കണം. അതിനെന്താ പാഠം എന്ന് ചോദിച്ചു. അപ്പോൾ പറയാണ് അയാൾക്കുള്ള പ്രത്യേകത എന്തൊക്കെയാണ്. അയാൾ ഏതൊരാൾ എന്ത് ചോദിച്ചാലും ധർമ്മവും ചെയ്യുന്ന ആളാണ്. അതാണ് അയാളുടെ പ്രത്യേകത. ദാനശീലനാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നാം അദ്ദേഹത്തെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. അങ്ങനെയാണ് മഹാവിഷ്ണു വാമന രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു ചെറിയ കുട്ടിയുടെ രൂപത്തിൽ വന്നിട്ട് ചോദിച്ചു അയാളോട്. അപ്പോൾ ഈ വാമനെ കണ്ടപ്പോൾ തന്നെ അയാൾ ഭക്തനും കൂടിയാണ്. അയാൾ മഹാബലി ഒരു ഭക്തനൊക്കെയാണ്, മഹാവിഷ്ണുവിൻ്റെ ഭക്തനൊക്കെയാണ്. അപ്പോൾ അയാൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ, ഒരു ഇത് കിട്ടി, സൂചന കിട്ടിയ പോലെ തോന്നിയത്. എന്താ വരൂ, എന്താ വന്ന കാര്യം വെച്ചു. നമുക്ക് ഒരു മൂന്നടി മണ്ണ് വേണം. ഈ ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന അവർക്ക് ഒരു 3 അടി മണ്ണോ? ശരി, തരാ. എവിടെയാണ് വേണ്ടത്? തരാ എന്ന് സമ്മതിച്ചോടുകൂടി ഈ വാമന് വിശ്വരൂപം കൊണ്ടു, ശരിയായിട്ടുള്ള രൂപം കൊണ്ടു. അപ്പോൾ ആകാശം മുട്ടെ വളർന്നു. ആദ്യത്തെ ഒരടിയിൽ ഭൂമി ആകും, രണ്ടാമത്തെ ഒരടിയിൽ ആകാശത്തേക്ക് നല്ല വെച്ചു. ഇല്ല 3 വരല്ലേ ചോദിച്ചത്, 3 അടിയല്ലേ ചോദിച്ചത്. മൂന്നാമത്തെ അടിയിൽ തലല്ല, അപ്പോൾ തല പൊതിഞ്ഞു കൊടുത്തു. ചവിട്ടി താഴ്ത്തിയതല്ല, വരം കൊടുത്തതാണ്, താഴ്ത്തിയതല്ല. അപ്പോൾ ഏതൊരാൾക്കും ഒരാഗ്രഹം ഉണ്ടാവില്ല, അവസാനത്തിൽ ആഗ്രഹം ഉണ്ടാവും. എന്തെങ്കിലും ആഗ്രഹമുണ്ടോ ചോദിച്ചു. ഉണ്ട്. എന്താണ് താങ്കളുടെ ആഗ്രഹം? എന്താണ്? ഇത്രയും കാലം മരിച്ചതല്ലേ, എനിക്ക് എൻ്റെ പ്രജകളെ കാണാൻ വർഷത്തിലൊരു പ്രാവശ്യം വരണം. ആ കാലമാണ്, വരുന്നതാണ് തിരുവോണം ആയിട്ട് സങ്കല്പിക്കുന്നത്. തിരുവോണം സമ്പൽ സമൃദ്ധിയുടെ കഷ്ടപ്പാടും ദാരിദ്ര്യമൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. കർക്കിടകത്തിലാണ് ഏറ്റവും വലിയ കഷ്ടപ്പാടുണ്ടാവുക. അപ്പോൾ നല്ല വിളവെടുപ്പ് കഴിഞ്ഞ് നെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് സമ്പൽ സമൃദ്ധിയാണ്. അപ്പോൾ അത് കാണാൻ ജനങ്ങൾ, എൻ്റെ പ്രജകളെ കാണാനായിട്ട് വരണം. ആ ദിവസത്തെയാണ് തിരുവോണം എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കി, ഞാൻ കേട്ട ചരിത്രത്തോളം.